ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ബേസിക് മോഡൽ എങ്ങനെയാണ് പ്രോബിലിറ്റി മെഷർ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം സെഡിൻ്റെ വാല്യൂ കൊടുക്കുക, ദെൻ ടേബിളിലേക്ക് പോവുക, ടേബിളിൽ നിന്ന് വാല്യൂ കൊടുക്കുക, ടേബിളിൽ നിന്ന് വാല്യൂ എടുത്ത് സെഡ് എവിടെ വരുന്നത് നോക്കുക, റൈറ്റിലാണോ ലെഫ്റ്റിലാണോ വരുന്നത് നോക്കിയിട്ട് ടേബിൾ വാല്യൂവിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബിലിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൽ കുറച്ചുകൂടെ ഒരു അടുത്തൊരു മോഡൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ്. നേരത്തെ പ്രോബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് പ്രോബിലിറ്റിയിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ഒബ്സർവ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മോഡലിലേക്കുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരുന്ന ഇങ്ങനെ ആയിരിക്കും: ഇൻ എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ദ മീൻ മാർക്സ് ആർ 60 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് 10. ഇഫ് ദ ടോപ്പ് 10% ഓഫ് സ്റ്റുഡൻസ് ആർ അവോർഡഡ് എ ഗ്രേഡ്, ഫൈൻഡ് ദ മിനിമം മാർക്സ് റിക്വയർഡ് ഫോർ എ ഗ്രേഡ്. അപ്പോൾ ഇതിൽ വാല്യൂസ് 60 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ട്. അത് മീൻ മാർക്സ് അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ടോപ്പ് 10%-ന് എ ഗ്രേഡ് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മിനിമം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എ ഗ്രേഡിലേക്ക് പോകുമെന്നുള്ളതാണ്. മിനിമം മാർക്ക് കിട്ടി എ ഗ്രേഡ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 10% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.10 ആണ്. അതായത് ഈ എ ഗ്രേഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 10% അല്ലെങ്കിൽ 0.10 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് എ ഗ്രേഡിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ 10%ലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്കുള്ള പ്രോബിലിറ്റി വാല്യൂ തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി വാല്യൂ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ വാല്യൂ 60 തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 തന്നിട്ടുണ്ട്. പിന്നെ 10% എന്ന് പറഞ്ഞാൽ എ ഗ്രേഡ് കിട്ടുന്ന ആളുകളുടെ ചാൻസ് ആണ്. അതായത് മിനിമം മാർക്ക് കഴിഞ്ഞു പോകുന്ന ആളുകളുടെ പ്രോബിലിറ്റിയാണ് 10%. ഇപ്പോൾ ഈ ഗ്രാഫിലേക്ക് നോക്കുമ്പോൾ മിനിമം മാർക്ക് സ്കോർ ചെയ്ത് അതിനപ്പുറത്തേക്കുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് 10% വരിക. അപ്പോൾ അതിനപ്പുറത്തുള്ള ഏരിയ, പിങ്ക് കളറിൽ നമ്മൾ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് വേണ്ടത് മിനിമം മാർക്ക് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. ഇനി നമ്മളിതിൽ തിരിച്ചു പോകുന്ന കേസിൽ നമുക്ക് അറിയേണ്ടത് ടേബിൾ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് സെഡിൻ്റെ വാല്യൂ കൊടുക്കാം. സെഡിൻ്റെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ടേബിൾ വാല്യൂ എടുക്കണമെങ്കിൽ നമുക്കൊരിക്കലും ഈ റൈറ്റ് സൈഡിൽ അങ്ങോട്ടുള്ള ഏരിയ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടില്ല. അതായത് ഇവിടെ പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടില്ല. ടേബിളിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പറഞ്ഞു 0 മുതൽ സെഡ് വരെയുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പിങ്ക് കളർ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റ്, ആ പോയിൻ്റ് വരെയുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിളിൽ നിന്ന് എടുക്കാൻ പറ്റും. അത് കിട്ടിയാൽ നമുക്ക് സെഡിൻ്റെ വാല്യൂവിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഗ്രാഫിനകത്ത് ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ നമുക്കറിയാം 0.10 ആണ്, അല്ലെങ്കിൽ 10% ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ 0 വരെയുള്ള ഏരിയ നമുക്കറിയാം. ടോട്ടൽ ഈ ഹാഫ് ഏരിയ എന്ന് പറഞ്ഞാൽ 50% ആണെങ്കിൽ 0.50 ആണ് വരുന്നത്. അതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഏരിയ 0.1 ആണ്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.50 മൈനസ് 0.10. 0.40 ആയിരിക്കും ഷെയ്ഡ് ചെയ്യാത്ത ഈ 0 മുതൽ ഇതുവരെയുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഏരിയ 0.40 ആണെങ്കിൽ ആ 0.40 ആണ് എവിടെ ഉണ്ടാവുക, ടേബിളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ടേബിളിൽ പോയി ടേബിളിനകത്ത് എവിടെയാണ് 0.40 വരുന്നത് നോക്കുക. 0.40 അല്ലെങ്കിൽ 0.40 ഏറ്റവും അടുത്തുള്ള വാല്യൂ ഇവിടെ വരുന്നത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 0.4 സ്റ്റാർട്ട് ചെയ്യുന്നത് 1.29ലാണ്. അപ്പോൾ 1.29 ഉണ്ട്, 1.28 ഉണ്ട്. 1.28ൽ 0.3997 ആണ്, 1.29ൽ 0.4015. അപ്പോൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് 0.3997 ആണ്. അപ്പോൾ നമ്മൾ അതിൽ ടേബിൾ വാല്യൂ 0.4 വരുന്നതിൽ സെഡിൻ്റെ വാല്യൂ വരുന്നത് 1.28 ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ വാല്യൂ 1.28 കിട്ടിയാൽ 1.28 കിട്ടുന്നത് എങ്ങനെയാണ്, നമുക്ക് വേണ്ട ഏരിയ 0.40 ആണ്. അപ്പോൾ ഏരിയ 0.40 വരുന്നത് ഈ ടേബിളിൽ 1.2 കഴിഞ്ഞ് 0.008ലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1.28 നമ്മൾ സെഡിൻ്റെ വാല്യൂ ആയിട്ട് എടുത്ത്. എന്നിട്ട് ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ റിവേഴ്സ് ചെയ്യുന്നു. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ്. അപ്പോൾ അതിനകത്ത് സെഡിൻ്റെ വാല്യൂ 1.28 കൊടുക്കും, എന്നിട്ട് മ്യൂ 60 കൊടുക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 കൊടുക്കും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക്
എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ 72.8 അല്ലെങ്കിൽ 73 മാർക്സാണ് മിനിമം കിട്ടേണ്ട മാർക്ക്. അപ്പോൾ ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് പ്രോബിലിറ്റി ഏരിയ തന്നിട്ട് അതിന് നേരെ ഇൻവേഴ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് അതിനകത്ത് വരാവുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. ഒന്ന്, നേരെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് പ്രോബിലിറ്റി തന്നിട്ട് ഈ മിനിമം വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, നേരത്തെ ചെയ്തതിന് ഓപ്പോസിറ്റാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നോർമലിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിംഗ് ആണ്. നമ്മൾ ബൈനോമിയലും പോയ്സണിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ ഫിറ്റിങ്ങും എക്സാമിന് ചോദിക്കുന്ന ഒരു കേസാണ്. ഇപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫിറ്റ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഫോളോയിങ് ഡേറ്റ. അപ്പോൾ അത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബൈനോമിയലിൽ ഡിസ്ക്രീറ്റ് ആയിരുന്നു, വേരിയബിളിൻ്റെ വാല്യൂ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നോർമലിലേക്ക് വരുമ്പോൾ അത് കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ വേരിയബിൾ മാർക്സ് ഉണ്ട്. 10 to 20, 20 to 30, 30 to 40, അങ്ങനെ 70 to 80 വരെ മാർക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ വാല്യൂ ഉണ്ട്. അതിനകത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, മീൻസ് ഓരോ കുട്ടിയും ഓരോ മാർക്ക് കാറ്റഗറി വരാനുള്ള പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ ബൈനോമിയലിലും പോയ്സണിലൊക്കെ ചെയ്ത പോലെ തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെയും ചെയ്യാനുള്ള. അപ്പോൾ ഫിറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് Z കാണണം. Z കാണണമെങ്കിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മീനിൻ്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിന്യൂസ് ഡേറ്റ ആയതുകൊണ്ട് ആദ്യം മിഡ് വാല്യൂ കൊടുക്കും, എന്നിട്ട് ഇതിൻ്റെ ഫ്രീക്വൻസി ചെയ്യും, എന്നിട്ട് ടോട്ടൽ ചെയ്ത് ഇക്വേഷനൊക്കെ വെച്ച് നമ്മൾ മീനിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. സിഗ്മ fx സ്ക്വയർ ബൈ n മൈനസ് സിഗ്മ fx ബൈ n ഹോൾ സ്ക്വയർ റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ആദ്യം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഇനി മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫോമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ക്ലാസ് ലിമിറ്റ്സ് ആണ്. ക്ലാസ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് 10 മുതൽ 80 വരെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ ലിമിറ്റും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന ലിമിറ്റ് മുതൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന അപ്പർ ലിമിറ്റ് വരെ. അപ്പോൾ 10 എടുക്കണം, 20 എടുക്കണം, 30 എടുക്കണം, 40, 50, 60, 70, 80 വരെയുള്ള വാല്യൂസാണ് നമ്മൾ ലിമിറ്റിൽ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വേണ്ടത് ഈ ലിമിറ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മീനിൻ്റെ വാല്യൂ 44ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.5ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സെഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റിലെ വാല്യൂവിൻ്റെയും ലാസ്റ്റിലെ വാല്യൂവിൻ്റെയും സെഡിൻ്റെ വാല്യൂ എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം രണ്ട് വാല്യൂ നമുക്ക് കറക്റ്റ് എവിടെ വരും എന്നുള്ളത് പറയാൻ പറ്റില്ല. നോർമലി രണ്ട് എൻഡ് പറയുന്നത്, എക്സ്ട്രീം എൻഡുകൾ പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിലെ സെഡിൻ്റെ വാല്യൂ ലാസ്റ്റിലെ സെഡിൻ്റെ വാല്യൂ എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. പിന്നെയുള്ളത് ബാക്കി വാല്യൂസിൽ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ക്ലാസ് ലിമിറ്റുകൾ എടുക്കുക. അതുപോലെ മീനിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള 44 എടുക്കുക. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12.5 കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ എടുക്കുക. അത് വെച്ച് നമ്മൾ സെഡിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെഡ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് തേർഡ് കോളം ഏരിയ ഫ്രം ടേബിൾസ് ആണ്. അപ്പോൾ നമ്മൾ സെഡിൻ്റെ വാല്യൂസ് കിട്ടിയാൽ ടേബിളിൽ പോയിട്ട് ടേബിളിൽ നിന്ന് ടേബിൾ വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഇൻഫിനിറ്റിയാണ്, ലാസ്റ്റ് ഇൻഫിനിറ്റിയാണ്. ഫസ്റ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി, ലാസ്റ്റ് പോസിറ്റീവ്. അത് രണ്ട് എക്സ്ട്രീം സൈഡുകൾ എൻഡുകളാണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി വരുന്ന അവിടെ ടേബിളിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആയിരിക്കും. പ്ലസ് ഇൻഫിനിറ്റിയിലും 0.5. നിങ്ങൾ ടേബിളിനകത്ത് മൈനസും പ്ലസും ഡിഫറൻസ് ഉണ്ടാവില്ല, ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈനസിലും പ്ലസിലും ഒരേ ഏരിയ തന്നെയാണ് വരിക. അപ്പോൾ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0.5 ആണ് ഏരിയ വരുന്നത്. പിന്നെ 1.92 ഉണ്ട്. അപ്പോൾ ടേബിളിൽ പോയിട്ട് 1.92ൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത് ടേബിളിൽ നിന്ന് പിക്ക് ചെയ്യുക. 1.9 ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുക. 0.002 ഫസ്റ്റ് റോ നോക്കിയിട്ട് ആ കോളം സെലക്ട് ചെയ്യുക. സോ അത്രയും ടേബിൾ വാല്യൂസ് എടുക്കുക. ടേബിൾ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വേണ്ടത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഏരിയ ഫോർ ഇൻ്റർവൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് 0.50 ഏരിയ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അതിന് മുമ്പ് വാല്യൂ ഇല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമുക്ക് ഇൻ്റർവെലിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീവിയസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ട കാര്യം
നെക്സ്റ്റ് നമ്മളുടെ ഡാറ്റ തുടങ്ങുന്നത് 10 to 20 ആണ്. അപ്പോൾ 10 മുതൽ 20യിലേക്കുള്ള ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. ചെയ്യേണ്ട കാര്യം 10ൻ്റെ നേരെയുള്ള ഏരിയ 0.5 ആണ്, 20യുടെ നേരെയുള്ള ഏരിയ 0.47 ആണ്. അപ്പോൾ അതിൽ ഹയസ്റ്റ് നിന്ന് അതിൽ ലോവസ്റ്റ് മൈനസ് ഡിഫറൻസ് നോക്കുക. 0.5 നിന്ന് 0.4726 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.0274 കിട്ടും. നെക്സ്റ്റ് 20 to 30 ഇൻ്റർവെൽ നോക്കുന്ന കേസിൽ 0.4726 നിന്ന് 0.3686 മൈനസ് ചെയ്യുക. അപ്പോൾ 0.1040 കിട്ടും. അങ്ങനെ ഓരോ അടുത്തുള്ള ഇൻ്റർവെല്ലിലെയും ഏരിയാസ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് ഡിഫറൻസ് എടുത്തിട്ട് ഡിഫറൻസ് ആണ് ഇൻ്റർവെല്ലിൻ്റെ ഏരിയ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ വരുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തിയററ്റിക്കൽ ഫ്രീക്വൻസി അല്ല എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏരിയ ആണ് പ്രോബിലിറ്റി, ആ പ്രോബിലിറ്റി ഇൻറ്റു ടോട്ടൽ ഫ്രീക്വൻസി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ സ്റ്റുഡൻസ് നോക്കുമ്പോൾ നമുക്ക് 200 വരുന്നുണ്ട്. അപ്പോൾ 200 ആണ് ടോട്ടൽ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ആ ഫ്രീക്വൻസി കൊണ്ട് ഈ കിട്ടിയ ഫോർത്ത് കോളത്തിൽ പ്രോബിലിറ്റിയുടെ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ്ങും കഴിഞ്ഞു. കൂടുതൽ പ്രൊസീജിയർ ഒന്നുമില്ല. സെഡിൻ്റെ വാല്യൂ കാണുക, ടേബിളിൽ നിന്ന് ഏരിയ എടുക്കുക, ഏരിയ ഡിഫറൻസുകൾ നോക്കുക, എന്നിട്ട് ഇൻറ്റു ടോട്ടൽ ഫ്രീക്വൻസി ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാനുണ്ടാവുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു കർവ് കൂടെ വരച്ചിട്ട് നമുക്ക് ആ വാല്യൂ കൂടെ ഇതിനകത്ത് ഏരിയ ജസ്റ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. നമ്മൾ ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിയും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് ഫ്രം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, താങ്ക് യു.